നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നുള്ളൊരു സീരീസാണ്. ആ സീരീസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ +1 ഹയർ സെക്കൻഡറി എക്സാമിനേഷന് വേണ്ടി മാത്രം ഉള്ള ഒരു സീരീസാണ്. അപ്പോൾ ഒരു പാഠഭാഗത്തിലെ പരമാവധി 5 കാര്യങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുന്നു. 5 കാര്യങ്ങൾ, 5 വിരലുകൾ. ഇതാണ് ഈ സീരീസിൽ പരമാവധി നമ്മൾ അത്രയാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇത് താരതമ്യേന ചാപ്റ്റർ 11 വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ ഒരു പാഠമാണ്. 1ാം പാഠമാണ് ഏറ്റവും എളുപ്പമുള്ളത്. ഒരു 15-20 മിനിറ്റേ ഉള്ള വീഡിയോ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. അതിലാകപ്പാട് 10-12 മിനിറ്റാണ് ഞാൻ സംസാരിക്കുന്നുള്ളൂ. ബാക്കി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വളരെ എളുപ്പം, ഒരു പ്രയാസം കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് 11ാം പാഠം. കടക്കാം, നോക്കാം. ഇപ്പോൾ ചാപ്റ്റർ 11 എന്താണ് പറയുന്നത്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരം, ദ്രാവകം, വാതകം. ഈ രൂപത്തിൽ 3 രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എൻറ്റിറ്റി. അതിന് നമ്മൾ പറയുന്ന പേരാണ് മാറ്റർ. ഉദാഹരണം, വെള്ളം ഐസായിട്ടും വെള്ളമായിട്ടും ആവിയായിട്ടും അതിന് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചൂട്, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് തെർമൽ. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടിയാണ്. ഒരുപാട് പ്രോപ്പർട്ടി പഠിക്കാൻ പറ്റും. നമ്മളിവിടെ വളരെ ചെറിയ കുറച്ച്, വളരെ 5 കാര്യങ്ങളെ പറയുന്നുള്ളൂ. 1ാമത്തെ വാക്ക് ടെമ്പറേച്ചർ, ഹീറ്റാണ്. എപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന 2 വാക്കുകളാണ് ടെമ്പറേച്ചറും ഹീറ്റും. പനി, ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് പനി. എപ്പോഴും നമ്മളൊരു തെർമോമീറ്റർ, എല്ലാ വീട്ടിലും ഇപ്പോൾ തെർമോമീറ്റർ ഉള്ള അവസ്ഥയാണ്. പനി നോക്കും നമ്മൾ. എങ്ങനെയാണ് പനി നോക്കുന്നത്? പനി ഉള്ള ഒരാൾ തൊട്ട് നോക്കിയാൽ 2 പേർക്കും പനിയാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. പനി ഇല്ലാത്തൊരാൾ പനിയുള്ള ഒരാളെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പനിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും? റിലേറ്റീവാണ്. അതാണ് ടെമ്പറേച്ചർ എക്സ്പ്രസസ് റിലേറ്റീവ് ഹോട്ട്നെസ് ഇൻ എ പെർട്ടിക്കുലർ സ്കെയിൽ. അത് നമുക്കറിയാം. നമ്മൾ പനി പരിശോധിക്കുന്നത് ഡിഗ്രി ഫാരൻഹീറ്റാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കുക, വെള്ളം വെട്ടിത്തിളക്കി. ഇപ്പോൾ 100 ഡിഗ്രി പനി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, അതെന്താണ്? ഫാരൻഹീറ്റാണ്. അപ്പോൾ കെൽവിൻ നമുക്കറിയാം, SI യൂണിറ്റിൽ ടെമ്പറേച്ചർ കെൽവിനാണ്. മറ്റൊന്നാണ് ഡിഗ്രി സെൽഷ്യസ്, മറ്റൊന്നാണ് ഫാരൻഹീറ്റ്. അപ്പോൾ ഫാരൻഹീറ്റിലാണ് നമ്മൾ അവിടെ പനി പരിശോധിക്കുന്നത്. തെർമോമീറ്ററിൽ കാണിക്കുന്നത് ഫാരൻഹീറ്റാണ്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ? റിലേറ്റീവ് ഹോട്ട്നെസ് ഇൻ എ പർട്ടിക്കുലർ സ്കെയിൽ. സെൽഷ്യസ് ആവട്ടെ, കെൽവിൻ ആവട്ടെ, ഫാരൻഹീറ്റ് ആവട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കുക. അവിടെ ഒരു വസ്തു താരതമ്യേന എന്ന് വെച്ചാൽ, ഞാൻ നോക്കുമ്പോൾ അടുത്ത ആൾക്ക് പനിയുണ്ട്, അല്ലെ അടുത്ത ആൾ നോക്കുമ്പോൾ എനിക്ക് പനിയുണ്ട്, അയാൾക്ക് പനിയില്ല, എനിക്ക് പനിയുണ്ട്. അതാണ് തൊട്ട് നോക്കുമ്പോൾ ചൂട് വരുന്നത്. 2 പേർക്കും ഒരുപോലെ 100 ഡിഗ്രി പനിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തട്ടിയാൽ അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് റിലേറ്റീവ് ഹോട്ട്നെസ്. ചൂട് കൂടുതലാണോ ചൂട് കുറവാണോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. കിട്ടിയല്ലോ? ഇനി എന്താ ഹീറ്റ് എന്ന് പറഞ്ഞാൽ? അതൊരു ഫോം ഓഫ് എനർജി തന്നെയാണ്. ഹീറ്റ് എനർജി, സണ്ണിൻ്റെ ഫോം ഓഫ് എനർജി, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജി. വളരെ സാധാരണ നമ്മളിപ്പോൾ ഒരു ബൾബ് കത്തിയാൽ തന്നെ വിയർക്കും, ഉഷ്ണം എടുക്കും. എന്താ കാര്യം? ലൈറ്റും ഹീറ്റും എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി മാത്രമാണ്. പക്ഷേ അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ എന്താ കണ്ടീഷൻ? അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, പനിയില്ലാത്തൊരാൾ പനിയുള്ള ഒരാളെ തൊട്ട് നോക്കുമ്പോൾ പനിയുള്ള ആളുടെ ശരീരത്തെ ചൂട് കൈ വഴി എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പം ഞാൻ പറയുക ആൾക്ക് പനിക്കുന്നുണ്ട്. കാരണം എൻ്റെ ബോഡി ലോവർ ടെമ്പറേച്ചറിലാണ്, പനിയുള്ള ആളുടെ ബോഡി ഹയർ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഹയർ ടെമ്പറേച്ചറിന് ലോവർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് കടന്നു വരും. ആ കടന്നു വരുന്ന ആളുടെ പേരാണ് ഹീറ്റ്. അപ്പോൾ കടന്നു വന്ന ആരാണ്? ഹീറ്റ്. എന്തുകൊണ്ട്? ടെമ്പറേച്ചർ വ്യത്യാസം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഹീറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? ഹീറ്റ് എന്താ?
എനർജി തന്നെ, പക്ഷേ അതിന് സഞ്ചരിക്കാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എപ്പോൾ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ. അത്രമാത്രം. ഈ രണ്ട് വാക്കുകളുടെ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വാചകം സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പൊതുവെ പരിചിതമായിട്ടുള്ള 3 സ്കെയില്: ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. അതിൽ ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലേ, 100 ഡിഗ്രി പനി. അതെവിടെയാ? ഫാരൻഹീറ്റിലാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്നറിയാമോ? 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ് ഇപ്പോൾ നമുക്ക് പനിയില്ലാതെ സാധാരണ ഒരു രീതിയിൽ നമ്മൾ തെർമോമീറ്റർ വെച്ചെടുത്താൽ കിട്ടുക. പനി ഉള്ളപ്പോൾ 98ആണ്, 100, 102, 104 ഒക്കെ ആയി കയറുന്നത്. സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ അത് ഏറെക്കുറെ ഒരു 37 ഡിഗ്രി സെൽഷ്യസേ ഉണ്ടാവുള്ളൂ. 37 ഡിഗ്രി സെൽഷ്യസ് അത്രേ ഉണ്ടാവുള്ളൂ. റൂം ടെമ്പറേച്ചർ ഏറെക്കുറെ അത്രേ ഉണ്ടാവുള്ളൂ. റൂം ടെമ്പറേച്ചർ നല്ല ചൂട് വന്നാലേ 37 വരുള്ളൂ കേട്ടോ. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് അറിയാമെങ്കിൽ മറ്റിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ അതിനെ ഇപ്പോൾ 37 എന്ന് പറഞ്ഞത് ഈ ഒരു ഫോമുല ഉപയോഗിച്ചിട്ടാണ് നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 98.6 എന്ന് ഇവിടെ ഇട്ടു. 98.6 മൈനസ് 32 ഏറെക്കുറെ 50 ശിഷ്ടം വരും. ഇൻറ്റു 5/9 ആണ് നമുക്ക് നേരത്തെ കിട്ടിയ 37. അപ്പോൾ ഈ കൺവേർഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് സെൽഷ്യസിൽ ലോവർ ടെമ്പറേച്ചർ 0, ഹയർ ടെമ്പറേച്ചർ C ആണെന്നിരിക്കട്ടെ. തമ്മിലുള്ള വ്യത്യാസം, അതായത് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് 0, 100. അപ്പോൾ വ്യത്യാസം 100. ഫാരൻഹീറ്റിലാണെങ്കിൽ F-32, ലോവർ 32 ആണ്, ഹയർ 212 ആണ്. അതായത് ഇവിടെ മെൽറ്റിംഗ് 100ഉം ബോയിലിംഗ് 100ഉം ആണെങ്കിൽ ഇവിടെ മെൽറ്റിംഗ് 32, ബോയിലിംഗ് 212 ആണ്. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 180. അപ്പോൾ സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിൽ ഇങ്ങനെ ബന്ധിക്കാം. അപ്പോൾ ബാക്കി നമ്മളിവിടെ C-0 എന്നുള്ള C എഴുതി, ബൈ 100 എന്ന് എഴുതി, F-32 ബൈ 180 എന്ന് എഴുതി. 0 വെട്ടിപ്പോയി, 10ഉം 18ഉം ആയപ്പോൾ 5/9. ഇനി അതുകൂടെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തു. C/5 is equal to F-32/9. ഈ 9 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ 5/9 F-32. തിരിച്ചും ഇനി സെൽഷ്യസ് നമുക്ക് 50 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അറിയാമെന്ന് വെച്ചോ. ഇവിടെ 50 ഇട്ട് കൊടുക്കുക. അപ്പോൾ F എത്രയെന്ന് കിട്ടും? ഇനി സെൽഷ്യസും ഫാരൻഹീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം നമ്മൾ പഠിച്ചു. കെൽവിൻ എന്ത് ചെയ്താൽ മതി? കിട്ടിയ സെൽഷ്യസ് ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 + 10. അപ്പോൾ എത്രയാ? 273 + 10 283 കെൽവിൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 സ്കെയിൽ പഠിച്ചു, അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതെന്നും പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതാണ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ ആ 2 വാക്കാണത്. തെർമൽ എന്ന് പറഞ്ഞാൽ ചൂട് കൊടുത്തിട്ട്, എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിക്കുക. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ എവിടെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽ പാളങ്ങൾ കണ്ടിട്ടുണ്ട്. റെയിൽ പാളങ്ങളുടെ ഇടയിൽ ഒരു റെയിൽ പാളമുണ്ട്, അതിൻ്റെ അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണത്. അല്ലാതെ ഒറ്റ ഒരു ഇരുമ്പ് കഷ്ണമായിട്ടല്ല, അതിൻ്റെ ഇടയിലൊരു വിടവുണ്ടാവും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ടുള്ള വെയിൽ വരുന്ന സമയത്ത് ഈ പാളം ചൂട് പിടിച്ചിട്ട് അത് വികസിക്കും. അപ്പോൾ വികസിക്കുമ്പോൾ അത് ഒടിയാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഇടും. വളരെ നേരിയ മില്ലിമീറ്റർ ഗ്യാപ്പിൽ അതിന് ഗ്യാപ്പ് ഇടും. അപ്പോൾ ചൂടാവുമ്പം അത് തമ്മിൽ കയറി ജാം ആവില്ല, ഇങ്ങനെ ബൾജ് ചെയ്ത് പോവില്ല. അപ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ചൂട് കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. 3 തരത്തിലാണ്. ഒന്ന് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലൈനാണ്, ലെങ്ത്താണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ട്രിപ്പ്, ഒരു നീളമുള്ള ഒരു ടേപ്പ് പോലെ ഒരു സ്ട്രിപ്പ് നമ്മളൊരു സൈഡ് ചൂടാക്കുന്നു. ഇത് ചൂടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മൊത്തത്തിൽ 2 സൈഡും ലെങ്ത് എക്സ്പാൻഡ് ചെയ്തുകൂടാന്നല്ല. അപ്പോൾ മൊത്തത്തിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് Δl ആണെന്ന് വിചാരിക്കുക. അതായത് ആദ്യം ഉണ്ടായിരുന്ന L
ചൂട് കൊടുത്തതിന് ശേഷം ഡെൽറ്റ എൽ പുതിയതായിട്ട് എക്സ്പാൻഡ് ചെയ്തു, കൂടി, ലെങ്ത് കൂടി. അപ്പോൾ ഡെൽറ്റ എൽ എന്തിനൊക്കെ ആനുപാതികമെന്ന് ചോദിച്ചാൽ എൽ ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ ടി, എന്താ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പോൾ എത്രത്തോളം ഞാൻ ചൂടാക്കി, എത്രയാണ് അതിൻ്റെ ചൂട് കൂട്ടിയത്, ഈ ആദ്യം ഇരുന്ന അവസ്ഥയിൽ നിന്ന് പുതിയതായിട്ട് എത്ര ടെമ്പറേച്ചർ കൂട്ടി, അതാണ് ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ, ആൽഫ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ്, എൽ ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റെ പേര് ആൽഫ, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റെ പേര് ബീറ്റ, ഇവിടെ ഗാമ. അപ്പോൾ ഇവിടെ എല്ലിന് പകരം ഏരിയ, ഇവിടെ വോളിയം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് മാത്രം, 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തിനും സംഭവിക്കും, 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റിനും സംഭവിക്കും, 3 ഡയറക്ഷനിൽ എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പോൾ ഇതിന് പറയുന്ന പേര് ആൽഫ, കോഎഫിഷ്യൻറ്റ്, അതാണ് വാക്ക്, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ. ആൽഫയുടെ ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി, ബീറ്റയുടേത് ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി, ഗാമ ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നോക്കിയേ, ഇത് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. എപ്പോൾ? ഡെൽറ്റ ടി 1 ആയാൽ. ആൽഫ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ആൽഫ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്, ഡെൽറ്റ ടി 1 ആയാൽ. ബീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ എ ബൈ എ ആണ്, ഡെൽറ്റ ടി 1 ആയാൽ. ഗാമ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ആണ്, ഡെൽറ്റ ടി 1 ആയാൽ. എന്താ ഡെൽറ്റ ടി 1 ആയാൽ എന്ന് പറഞ്ഞ അർത്ഥം? ഏതാണോ പ്രസൻറ്റ് ടെമ്പറേച്ചർ അവിടെ നിന്ന് ഹീറ്റ് കൊടുത്ത് അത് ഒറ്റ 1 ഡിഗ്രി മുകളിലോട്ട് കയറിയാൽ മതി. അതിന് പറയുന്ന പേരാണ് ആൽഫ, ബീറ്റ, ഗാമ. 3 ആണെങ്കിലും, ആൽഫയാണെങ്കിൽ ലെങ്ത്ത്, ബീറ്റയാണ് ഏരിയ, ഗാമയാണെങ്കിൽ വോളിയം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഞാൻ ഏറ്റവും ചുരുക്കി, ഞാൻ പറഞ്ഞല്ലോ പരീക്ഷയുടെ തലേ ദിവസത്തെ വീഡിയോ ആണ്, അതുകൊണ്ടാണ് കുറച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇവർ തമ്മിലുള്ള ബന്ധവും ഇങ്ങനെ തന്നെയാണ്. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈക്വൽ ടു 1:2:3. അതെന്തായിരിക്കും കാര്യം? ഇവിടെ ലെങ്ത്ത് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി, ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ്പാൻഡ് ചെയ്യണം, ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോ എന്ത് വരും? 1:2:3. അടുത്ത 2 കാര്യങ്ങൾ, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അനോമലസ് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം, അനോമലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൻ്റെ വിപരീതമായിട്ടാണല്ലോ വരുന്നത്. അയ്യോ അങ്ങനെയല്ലേ വരേണ്ടിയിരുന്നത്, പക്ഷേ അങ്ങനെയല്ലല്ലോ, അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നതിനാണ് അനോമലി എന്ന് പറയുക. സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുക? ചൂടാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, അതാണല്ലോ നമുക്കുള്ള ചിന്ത. ഏതൊരു വസ്തുവാണെങ്കിലും ചൂടാക്കുമ്പം അതിൻ്റെ വോളിയം കൂടും എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. വെള്ളത്തിൻ്റെ കേസിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതായത് വെൻ വാട്ടർ ഇസ് ഹീറ്റഡ് ഫ്രം 0 degree Celsius, it contracts to 4 degree Celsius. 4 degree Celsius വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. 4 degree Celsius വരെ വോളിയം കുറഞ്ഞതിന് ശേഷം 4 degree Celsius ആകുമ്പോഴാണ് വോളിയം കൂടാൻ തുടങ്ങുക. ഇത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ 0 degree മുതൽ 4 degree വരെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോൾ എത്ര വോളിയം ആണോ ആ വോളിയം ആയിരുന്ന വോളിയത്തിൽ നിന്ന് വോളിയം കുറഞ്ഞ് 4 degree Celsius വരെ കുറഞ്ഞ് പിന്നീട് കൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം മിനിമം വോളിയം 4 degree Celsiusലാണ്. തിരിച്ചു പറഞ്ഞാൽ മാക്സിമം ഡെൻസിറ്റി 4 degree Celsiusലാണ്. മാക്സിമം ഡെൻസിറ്റി മാസ് ബൈ വോളിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിവൺ മാസ് ഓഫ് ഐസ് എടുക്കുകയാണെങ്കിൽ ആ മാസ് ഫിക്സ്ഡ് ആണല്ലോ.
വോളിയം ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ആണ്. അപ്പോൾ ഈ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ ഒരു അത്ഭുതത്തെയാണ് നമ്മൾ അനോമലി അഥവാ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മുടെ വിചാരം 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ വോളിയം കൃത്യമായിട്ട് അങ്ങ് കൂടുകയാണെന്നാണ് നമ്മുടെ വിചാരം. ആണല്ലോ, ഒരു ബോക്സിൽ നമ്മളൊരു ഐസ് വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ. അതെടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുവച്ച് വെള്ളമാക്കാൻ വെക്കുമ്പോൾ കൂടുതൽ സ്ഥലത്ത് അത് സ്പ്രെഡാവും, വോളിയം കൂടുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞതിന് ശേഷമാണ് കൂടുക. അതാണ് അനോമലി. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പുഴകളിലെയും നദികളിലെയും കടലിലെയൊക്കെ മഞ്ഞുള്ള രാജ്യങ്ങളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവുമ്പോഴും മുകളിലൊക്കെ ഐസ് മൂടി പൊതിഞ്ഞ് കിടക്കുകയായിരിക്കും പുഴയിൽ, പക്ഷേ അടിയിൽ വെള്ളമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കാരണം കൊണ്ടാണ്. ഈ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആയതുകൊണ്ടാണ് ഈ ഓഷ്യൻ്റെ ഒക്കെ അടിയിലുള്ള ഒരുപാട് ജീവികളുണ്ട്. പേൾ ഓയിസ്റ്റർ, സ്റ്റാർ ഫിഷസ്, പലതരം കക്ക, കല്ല്, ചിപ്പി എല്ലാം ഉണ്ട്. ഭയങ്കര നിധികളായിട്ടുള്ള കുറേ ഓഷ്യനിലുള്ള കുറേ ജീവികളുണ്ട്. അവരൊന്നും മരിച്ചു പോവാതെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉറഞ്ഞു പോയിട്ട് അവർ മരിച്ചു പോകില്ലേ ഓരോരോ തണുപ്പ് കാലത്തും? ഇല്ല, ഇതൊരു പുതപ്പ് പോലെ മുകളിൽ കിടക്കും മഞ്ഞ്, താഴേക്ക് അത് കട്ട പിടിക്കില്ല. അതിൻ്റെ കാരണം ഈ അനോമലസ് ബിഹേവിയറാണ്. അപ്പം മഞ്ഞുകട്ട മുകളിൽ മാത്രമേ ഉണ്ട്. നമ്മൾ ഇഗ്ലു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിൽ ചൂടല്ലേ പഠിച്ചിരിക്കണത്. അപ്പോൾ ആ ഇഗ്ലു മുകളിൽ ഇങ്ങനെ അത് ഉറഞ്ഞു നിന്നോളും, അതിൻ്റെ ഉള്ളിൽ തണുപ്പായിരിക്കില്ല, ചൂടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ബെഡ്ഷീറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പോലെ, മഞ്ഞിൻ്റെ ബ്ലാങ്കറ്റ് പോലെ കടലിലിങ്ങനെ അല്ലെങ്കിൽ പുഴയിലിങ്ങനെ നിവർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിയിലെ ജീവജാലങ്ങൾക്ക് ഒന്നും പറ്റില്ല. അതിൻ്റെ കാരണം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? 4 ഡിഗ്രി വരെ വോളിയം കുറഞ്ഞിട്ടേ പിന്നെ കൂടുള്ളൂ. അതിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണ്, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇനി അടുത്തത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുക, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുക. സോളിഡ് ടു ലിക്വിഡിന് നമ്മൾ മെൽറ്റിംഗ് എന്നാണ് പറയുക. അതുപോലെ ലിക്വിഡ് ടു ഗ്യാസിന് നമ്മൾ ബോയിലിംഗ് എന്നാണ് പറയുക. ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഈ ഐസിൻ്റെ കാര്യത്തിൽ, വാട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ മെൽറ്റിംഗ് നടക്കുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. അഥവാ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസറിൽ നിന്ന് നമ്മളെടുത്ത് പുറത്തേക്ക് വെച്ചാൽ അപ്പം തന്നെ അത് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? വെള്ളമാവാൻ തുടങ്ങും. പിന്നെയും നമ്മൾ അതിനെ ചൂട് കൊടുത്തുകൊണ്ടിരുന്ന 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങാം. അതിന് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ 2 വാക്കുകളാണ്, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്. ഇനി നേരെ സോളിഡിൽ നിന്ന് ഈ ലിക്വിഡ് ഫേസ് ഇല്ലാണ്ട് നേരെ വേപ്പറിലേക്ക് അങ്ങ് പോയാൽ, കർപ്പൂരം കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ക്യാംഫർ. സോളിഡ് അല്ലേ അത്? നേരെ പുകയാണ് വരുന്നത്, വെള്ളമല്ലേ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും. എന്താ പറയുക? സബ്ലിമേഷൻ. അപ്പോൾ 3 വാക്ക് നമ്മൾ പറഞ്ഞു: മെൽറ്റിംഗ്, ബോയിലിംഗ്, സബ്ലിമേഷൻ. ആയി കാണുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് സീ ബ്രീസ്? ഇത് നമ്മൾ 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ ചെറിയ ക്ലാസ്സിൽ കേൾക്കുന്നൊരു വാക്ക് തന്നെയാണ്. അപ്പോൾ തേർമൽ പ്രോപ്പർട്ടി എന്നാണ് ലെസൻ്റെ പേര്. അപ്പോൾ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിൽ ചോദ്യമായിട്ട് വരും. അപ്പോൾ ചോദിക്കും, മിസ് ഇത് ഏത് ലെസണിൽ നിന്നായിരുന്നു വന്നേന്ന് ചോദിക്കും. അപ്പോൾ ഈ ലെസണാണ്. എന്താണ് സീ ബ്രീസ്? സീ ബ്രീസ് നമുക്ക് കാണുന്നത് ഡ്യൂറിങ് ഡേ ടൈമാണ്. മറ്റൊന്നുണ്ട് ലാൻഡ് ബ്രീസ്, അത് നമുക്ക് നൈറ്റിലാണ് കാണുക. നോക്കാം, സീ ബ്രീസ് എന്താണ്? ഡേ ടൈമിൽ ലാൻഡ് ഇസ് മോർ ഹോട്ടർ ദാൻ സീ. അതെന്തുകൊണ്ടാണാവോ? കരയും കടലും 2 സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് രണ്ടിനും, വെള്ളത്തിൻ്റെതും കരയുടേതും. അപ്പോൾ രണ്ടും ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നത് 2 തരത്തിലാണ്. കരയുടെ പ്രത്യേകത അത് വേഗം ചൂടാവും, വേഗം തണുക്കും. വെള്ളത്തിൻ്റെ പ്രത്യേകത സാവധാനം ചൂടാവും, സാവധാനം തണുക്കും. ഈ പ്രതിഭാസം കൊണ്ടാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാകുന്നത്. ഒരുപോലെ ചൂടാവുകയോ ഒരുപോലെ തണുക്കുകയാണെങ്കിൽ ഈ 2 പണി ഉണ്ടാവില്ല. അപ്പോൾ ഡേ ടൈമിൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് ലാൻഡ് സൂര്യപ്രകാശം അടിക്കുമ്പം വേഗം ലാൻഡ് ചൂടാവും. അതേസമയം സീ സാവധാനമായിരിക്കും ചൂടാവുക. അപ്പം ലാൻഡ് ചൂടായിട്ട് ലാൻഡിൻ്റെ മുകളിലുള്ള എയർ മോളിക്യൂൾസ് ഉയരാൻ തുടങ്ങും, വാം എയർ പൊന്താനായിട്ട് തുടങ്ങും.
പൊന്തുമ്പം ഈ ലാൻഡിൻ്റെ തൊട്ട് മുകളിൽ എയർ ഇല്ല, കാരണം ആ എയർ മുകളിലോട്ട് പൊന്തി. അപ്പോൾ ആ സ്ഥലത്തേക്ക് കടലിൽ നിന്നുള്ള കൂളായിട്ടുള്ള എയർ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും. എന്നിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ സൈക്കിളായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഡേ ടൈമിലെ കാര്യമാണ്. ഇപ്പം എന്താ 2 കാര്യമാണ് നടക്കുന്നത്. 2 കാര്യം, ലാൻഡിൻ്റെ മുകളിലുള്ള വാം എയർ ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവും, ചൂട് എയർ മുകളിലോട്ട് പോവും. ആ സമയത്ത് കടലിൻ്റെ മുകളിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ലാൻഡ് പെട്ടെന്ന് ചൂടാവുകയും സീ പതുക്കെ ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യം ചൂടായത്. ആദ്യം ചൂടായപ്പോൾ ഇവിടെയാണ് വാം എയർ ഉള്ളത്. ആ വാം എയർ മുകളിലേക്ക് പോവുകയും ആ സമയത്ത് സീയുടെ മുകളിൽ, ആ സമയത്ത് അത്രയും ചൂടുള്ള എയർ സീയുടെ മുകളിലില്ല. സീ ചൂടാവാൻ സമയമെടുക്കും. ആദ്യം ഇതാണ് ചൂടായത്. അപ്പോൾ അത് മുകളിലോട്ട് പൊന്തുമ്പോൾ സീയുടെ മുകളിലുള്ള റിലേറ്റീവ്ലി ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ തണുത്ത എയർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ടാണ് ഇതിന് സീ ബ്രീസ്, സീയിൽ നിന്നുള്ള ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ, ഇളം കാറ്റ്. കാറ്റല്ല, വിൻഡല്ല, ബ്രീസ് എന്നാണ് വാക്ക്. ഇളം കാറ്റിനെയാണ് ബ്രീസ് എന്ന് പറയാം. അപ്പം ഇളം കാറ്റ് സീയിൽ നിന്ന് എങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ടിരിക്കും? ലാൻഡിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. ഇതിന് പറയുന്ന പേരാണ് സീ ബ്രീസ്, ഫ്രം സീ ടു ലാൻഡ്. അപ്പോൾ എപ്പോഴാണിത് കാണുക? ഡ്യൂറിങ് ഡേ ടൈം. ഡ്യൂറിങ് ഡേ ലാൻഡ് ഇസ് മച്ച് ഹോട്ടർ ദാൻ സീ. അതാണ് കാരണം. വാം എയർ എബവ് ലാൻഡ് റൈസസ് അപ്പ്, പൊന്തി. സോ കൂൾ എയർ എബവ് സീ കംസ് ടു ലാൻഡ് ആൻഡ് ടേക്സ് ദ പ്ലേസ് ഓഫ് വാം എയർ. ഈ വാം എയർ നിന്ന സ്ഥലം ആര് കൈയടക്കും? സീയിലെ കൂൾ എയർ കൈയടക്കും. അതിന് പറയുന്ന പേരാണ് സീ ബ്രീസ്. ഇനി സീ ബ്രീസ് അറിയെങ്കിൽ ലാൻഡ് ബ്രീസ് നിങ്ങൾ സ്വന്തം പറയില്ലേ? എന്താ ലാൻഡ് ബ്രീസ്? രാത്രിയാവുമ്പോൾ നേരെ തിരിച്ചാണ് കഥ. ആദ്യം ആരാ തണുക്കുക? കടല്. പതുക്കെ തണുക്കുന്ന ആരാ? ആദ്യം തണുക്കുന്നത് ലാൻഡ്, പതുക്കെ തണുക്കുന്നത് കടല്. അപ്പോൾ എന്തു ചെയ്യും? രാത്രി തണുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് തണുത്തു, ഇയാൾ തണുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് വാമേർ മുകളിലോട്ട് പൊന്തും. അപ്പോൾ ഇവിടുത്തെ തണുത്ത കാറ്റ് അങ്ങോട്ടടിക്കും. അപ്പോൾ അതിൻ്റെ പേരാണ് ലാൻഡ് ബ്രീസ്. കിട്ടിയല്ലോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തുണു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ലാൻഡ് ബ്രീസ് ആകുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തുണു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണു. കഴിഞ്ഞു. കിട്ടിയല്ലോ? അപ്പോൾ ഒന്ന് കിട്ടിയപ്പോൾ മറ്റത് റെഡിയല്ലേ? അപ്പോൾ ഇത് ഡേ ടൈമിലാണ്, മറ്റത് നൈറ്റ് ടൈമിലാണ്. കിട്ടിയല്ലോ? അടുത്തത് നമുക്ക് പെൻഡുലം ക്ലോക്ക്. ഇപ്പം അത്ര സുപരിചിതമല്ല. ഇപ്പം എല്ലാം ക്വാർട്സ് ക്ലോക്കാണ്, ടിക് 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 എന്ന് ചാടുന്നതാണ്, ക്ലോക്കായാലും വാച്ചായാലും. പക്ഷെ മുൻപ് വീടുകളിൽ പെൻഡുലം ക്ലോക്ക് ഉണ്ട്, നമ്മുടെ വീട്ടിലും ഉണ്ട്, പക്ഷെ അതിപ്പോൾ അനങ്ങണില്ല. അപ്പോൾ ആ പെൻഡുലം ക്ലോക്ക് ഇങ്ങനെ ചാവി കൊടുത്താലാണ് അത് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെൻഡുലം ക്ലോക്കിന് ഒരു ദണ്ടുണ്ട്, അതാണ് കിടന്ന് ആടിക്കളിക്കുന്നത്. ആ ദണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. അലോയ്സ് എന്ന് കേട്ടിട്ടില്ലേ? പല മെറ്റൽസ് കൂടിച്ചേർത്തല്ലേ അലോയ് ഉണ്ടാക്കുക. അപ്പോൾ അലോയ് ആണ് ഇൻവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവാർ ഇസ് യൂസ് ഫോർ മേക്കിംഗ് പെൻഡുലം ക്ലോക്സ്. വൈ? നമ്മൾ തെർമൽ എക്സ്പാൻഷൻ പഠിച്ചില്ലേ? 3 തരം പഠിച്ചു. ആൽഫ, ബീറ്റ, ഗാമ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. 1:2:3 പഠിച്ചില്ലേ? തെർമൽ എക്സ്പാൻഷൻ എന്താ? അത് ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു വസ്തു ചൂടാകുക, കോൺട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത, അന്തരീക്ഷത്തിൽ ചൂടോ തണുപ്പോ, നമുക്കറിയാം പ്രകൃതിയിൽ സ്പ്രിങ്സ്, വിൻ്റർ, ഓട്ടം, സമ്മർ, കാലാവസ്ഥ മാറിയും തിരിഞ്ഞും വരും. അതിനനുസരിച്ച് ചൂട് കൂടാം, ചൂട് കുറയാം. അപ്പോൾ ചൂട് കൂടിയ എക്സ്പാൻഡ് ചെയ്യും, ചൂട് കുറഞ്ഞാൽ കോൺട്രാക്ട് ചെയ്യും. ശരിയല്ലേ? പക്ഷേ ഇൻവാറിൻ്റെ പ്രത്യേകത ലോ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. എക്സ്പാൻഷൻ ആണെങ്കിലും കോൺട്രാക്ഷൻ ആണെങ്കിലും ഏറ്റവും മിനിമം ഉള്ള ഒരു അലോയ് ആണ് ഇൻവാർ. അതുകൊണ്ട് തന്നെ ചൂട് കൂടി, ടെമ്പറേച്ചർ കൂടി, ലെങ്ത് കൂടി, പീരിയഡ് ഓഫ് ഓസിലേഷൻ കൂടി. കോൺട്രാക്ഷൻ, ലെങ്ത് കുറഞ്ഞു, പീരിയഡ് ഓഫ് ഓസിലേഷൻ കുറഞ്ഞു. അപ്പോൾ സമയത്തിന് വ്യത്യാസം വരും. പക്ഷേ ഇൻവാറിനെ സംബന്ധിച്ച് അത് ഏറ്റവും മിനിമം ആയിരിക്കും. അപ്പോൾ ലെങ്ത് വേരിയേഷൻ മിനിമം ആയിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഈ ബോബിൻ്റെ ഒത്ത സെൻറ്റർ വരെയുള്ള നീളമാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ് 2 ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുക. ഒന്ന് ലെങ്ത് ഓഫ് ദ പെൻഡുലം, ഒന്ന് ജിയു ആണ്. ജിക്ക് മാറ്റമില്ല.
എല്ലിനാണ് മാറ്റം വരിക. പക്ഷെ ആ എല്ലിന് ഏറ്റവും മിനിമം മാറ്റം വരുന്ന ഒരാളാണ് ഇൻവാർ. അപ്പം അതുകൊണ്ട് അതിനെയാണ് നമ്മൾ പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു ചോദ്യം, അക്വാട്ടിക് ആനിമൽസ്. എന്താ അക്വാട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ? അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൽ ജീവിക്കുന്നത്. അക്വാട്ടിക്, അക്വ എന്നുള്ള പദം വാട്ടർ എന്നുള്ള അർത്ഥത്തിലാണ്. അക്വ എന്ന് പറഞ്ഞാൽ വാട്ടർ. അപ്പം അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്നവ. Animals are protected in cold countries as ice is formed on the surface of the river. How? Ice ആണ്. ഐസ് എവിടെയാണ് കിടക്കുന്നത്? സർഫസിലാണ് കിടക്കുന്നത്. സത്യത്തിൽ ഈ ഐസ് ഒരു പുതപ്പ് പോലെ, നമ്മൾ തണുപ്പാകുമ്പോൾ നല്ല ഉള്ളൻ ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കും. നമുക്ക് അത്ര ശൈത്യമൊന്നും വരാറില്ല എങ്കിൽ പോലും. അപ്പോൾ കോൾഡ് കൺട്രീസിലോ, ആ പോൾസിലൊക്കെയുള്ള കൺട്രീസ് അതിശൈത്യം അനുഭവിക്കുന്നിടത്ത് ഈ ഐസ് യഥാർത്ഥത്തിൽ ഒരു ബ്ലാങ്കറ്റായിട്ട് മാറുകയാണ്. അടിയിൽ വെള്ളമായിരിക്കും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജീവജാലങ്ങളും ചെടികളും എല്ലാം കടലിനടിയിലുള്ളതും പുഴയുടെ അടിയിലുള്ളതും എല്ലാം ഐസിൻ്റെ ഒപ്പം കട്ടയായി പോകില്ലേ തണുപ്പായാൽ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രകൃതിയുടെ തന്നെ നിയമമാണ് അനോമലസ് ബിഹേവിയർ. നമുക്ക് അനോമലി, അതായത് ഇറഗുലാരിറ്റി തോന്നുന്ന ഒരു സ്വഭാവം വെള്ളത്തിനുണ്ട്. എന്താണ് ആ സ്വഭാവം എന്നറിയോ? നമ്മൾ ഐസ് 0 ഡിഗ്രിയിലുള്ള ഐസിനെ നമ്മൾ മെൽറ്റ് ചെയ്യുകയാണ്, ചൂട് കൂട്ടുകയാണ്. 0 ഡിഗ്രിയിൽ നിന്ന് സാവധാനം ചൂട് കൂടിക്കൂടി 4 ഡിഗ്രി സെൽഷ്യസ് ആയി എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വോളിയം ഏറ്റവും മിനിമം ആയിരിക്കും. മാത്രവുമല്ല ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അതാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 ഡിഗ്രി സെൽഷ്യസിൽ, 4 ഡിഗ്രി സെൽഷ്യസിൽ ഡെൻസിറ്റി, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ എല്ലാ വസ്തുക്കൾക്കും ടെമ്പറേച്ചർ കൂടുന്നത് അനുസരിച്ച് വോളിയം കൂടിക്കൊണ്ടാണ് ഇരിക്കുക. 0 എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൂടും. പക്ഷേ ഇത് കൂടാൻ 4 ഡിഗ്രി കഴിഞ്ഞെങ്കിലേ കൂടുകയുള്ളൂ. എന്ന് വെച്ചാൽ 4 ഡിഗ്രി എന്ന് പറയുന്നത് മാക്സിമം ഡെൻസിറ്റിയും മിനിമം വോളിയം ഉള്ള സമയമാണ്. അതാണ് ഈ ജീവജാലങ്ങളൊന്നും ചത്തുപോവാതിരിക്കാനുള്ള കാരണം. പ്രകൃതിയുടെ നിയമമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? രസമല്ലേ? അപ്പോൾ നോക്കൂ, ഡ്യൂ ടു അനോമലസ് ഓർ ഇറഗുലർ ബിഹേവിയർ ഓഫ് വാട്ടർ. അതാണ് ഒറ്റ വാക്കിൽ ഉത്തരം. ഇനി വൈ എന്നല്ലെങ്കിൽ ഹൗ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഫ്രീസ് ചെയ്യാൻ തുടങ്ങും നമുക്കറിയാം. വെൻ ടെമ്പറേച്ചർ ഗോസ് ടു 4 ഡിഗ്രി, 0യിൽ നിന്ന് 4ലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി മാക്സിമം ആവും. ഡെൻസിറ്റി മാക്സിമം ആവുമ്പം ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് വാട്ടർ ഡെൻസിറ്റി മാക്സിമം ആവുമ്പം വാട്ടർ സിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ 4 ഡിഗ്രിയിലുള്ള വെള്ളം താഴാൻ തുടങ്ങും. 4 ഡിഗ്രി ആകുമ്പോൾ വെള്ളമല്ലേ? 0 ഡിഗ്രി അല്ലേ ഐസ്? 4 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 0 ഡിഗ്രി മെൽറ്റ് ചെയ്ത് 4 ഡിഗ്രി ആയി എന്നല്ലേ അർത്ഥം? 4 ഡിഗ്രി വെള്ളം താഴാൻ തുടങ്ങും. കാരണം അതിന് ഡെൻസിറ്റി മാക്സിമം ആണ്, അത് താഴും. ശരിയല്ലേ? വീണ്ടും ഇത് ലോവർ ലെയർ എന്നുള്ള വീണ്ടും ഐസ് മുകളിലോട്ട് വരും. 0 ഡിഗ്രിക്ക് അത്ര ഡെൻസിറ്റി ഇല്ലല്ലോ, 4 ഡിഗ്രിക്കല്ലേ മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ അടിയിലുള്ള ലെയർ റൈസ് ചെയ്യും. വീണ്ടും ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മുകളിൽ നല്ല 0 ഡിഗ്രി ഐസ്, കട്ട 0 ഡിഗ്രി, അത് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ഉള്ളപ്പോൾ അതൊക്കെ താഴും. ആ സമയത്ത് മുകളിലുള്ളത് ഐസായി കട്ട കുത്തി ഐസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടുള്ള ജലാംശം താഴും. മുകളിൽ വീണ്ടും ഐസായി അങ്ങനെ ഫോം ചെയ്ത് മുകളിൽ കല്ല് പോലെ ഐസാവും. മുകളിൽ കല്ല് പോലെ നമുക്ക് വെട്ടിയാൽ പോലും പൊളിയാത്ത രീതിയിൽ ഐസായി കഴിഞ്ഞാൽ 4 ഡിഗ്രി വെള്ളം തന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, സിങ്ക് ചെയ്തു. അങ്ങനെ അടിയിൽ പിന്നെ വെള്ളം, 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം അടിയിൽ കിടക്കുകയും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് മുകളിൽ കിടക്കുകയും ചെയ്യും. അങ്ങനെ ഈ 0 to 4 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഒരു വലിയൊരു ബ്ലാങ്കറ്റ് അവിടെ ഉണ്ടാവുകയാണ്. പിന്നെ ഇഗ്ലൂ പോലെയാ. ഐസ് ബാഡ് കണ്ടക്ടറാണ്, ഹീറ്റിൻ്റെ ബാഡ് കണ്ടക്ടറാണ് ഐസ്. അപ്പോൾ പിന്നെ തണുപ്പായാലും ശരി ചൂടായാലും ശരി അത് താഴേക്ക് വിടില്ല, അതൊരു ബ്ലാങ്കറ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അടിയിൽ 4 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് വെള്ളം തന്നെയാണ്.
0 ഡിഗ്രി ആകുമ്പോഴേ അത് ഐസാവുള്ളൂ. അപ്പോൾ ആ ഒരു ലെയർ മുകളിൽ കിടക്കുന്നതുകൊണ്ട് താഴോട്ട് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. 0 to 4 ആ മുകളിലേ ഉള്ളൂ. താഴെ അണ്ടർനീത്തൊക്കെ ആകുമ്പോഴേക്കും നല്ല വാമായിട്ടുണ്ടാവും. അപ്പോൾ ജീവജാലങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരല്പം കൂടെ താഴോട്ട് പോയി ജീവിക്കും എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അക്വാട്ടിക് പ്ലാന്റ്സും ആനിമൽസും സേഫറായിട്ടിരിക്കും കോൾഡ് കൺട്രീസിൽ. മനസ്സിലായോ? ഓക്കെ. സോ ഐസ് ബാഡ് കണ്ടക്ടർ ടു ഹീറ്റ്. സോ അണ്ടർനീത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ വാട്ടർ റിമെയിൻസ്. അതുകൊണ്ട് ഒരു പേടിയില്ല. ക്ലിയർ? ഓക്കെ. അടുത്തത് നമുക്കറിയാം, മൺകുടങ്ങളിൽ വെള്ളം തണുക്കുന്നത് നമുക്കറിയാം അല്ലേ? സ്റ്റീലിൻ്റെ ഒരു കുടമോ അലുമിനിയത്തിൻ്റെ ഒരു കുടത്തിൽ വെള്ളം വെച്ച് നോക്കൂ, ഇതുപോലെ ചൂടത്ത് തണുക്കുമോ? ഇല്ല. അതേസമയം വെറുതെ ഫ്രിഡ്ജൊന്നും വേണ്ട. മുൻകാലങ്ങളിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിട്ടല്ലല്ലോ, മൺകുടങ്ങളും മൺപാത്രങ്ങളും അല്ലേ? അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ? മണ്ണിൻ്റെ പ്രത്യേകതയാണ്. മണ്ണിന് എന്താ ഉള്ളത്? പോർ, സ്മോൾ പോർ എന്ന് പറഞ്ഞാൽ എന്താ? സുഷിരം. ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവും. ആ ദ്വാരങ്ങൾ അലൂമിനിയത്തിനും സ്റ്റീലിനും ഒന്നും ഉണ്ടാവില്ല. മറ്റ് നമ്മൾ ഇൻബിൽട്ടായിട്ടുള്ള എല്ലാ പോർസും അങ്ങ് പോവും. മണ്ണിൻ്റെ പോറ് പോവില്ല. അതിനെ ചുട്ടെടുത്താലും അതിൻ്റെ ദ്വാരങ്ങളൊന്നും പോവില്ല. അപ്പം എന്താ സംഭവിക്കുക? ഇവാപ്പറേഷൻ്റെ റിസൾട്ട് കൂളിംഗ് ആണ്. ഇവാപ്പറേഷൻ സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം കൂളിംഗ് ആണ്. അത് അവസാനിക്കുക കൂളിങ്ങിലാണ്. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുക. അപ്പം സ്റ്റീലാണെങ്കിലും മറ്റു പാത്രങ്ങളാണെങ്കിലും ഇവാപ്പറേറ്റ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. പോകാനൊരു വഴി വേണ്ട, എന്നല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എർത്തൻ പോട്ടിൽ എന്താ ഉണ്ടാവുക? ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. പോട്ട് ഇവാപ്പറേഷൻ ടേക്സ് പ്ലേസ്. വെൻ ഇവാപ്പറേഷൻ ടേക്സ് പ്ലേസ്, എങ്ങനെ ഇവാപ്പറേഷൻ സംഭവിക്കുക? ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുക, ഏത് മോളിക്യൂളാണ് രക്ഷപ്പെടുക? എപ്പോഴും ആ സർഫസിലുള്ള മോളിക്യൂളാണ് ചൂട് ആദ്യം കിട്ടുക. ചൂട് കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും, മോളിക്യൂൾസിൻ്റെ ചലനം കൂടും. അപ്പോൾ സർഫസിലുള്ളവരാണ് പൊന്തിപ്പോവുക, ഏറ്റവും അടിയിലുള്ളവരല്ല. അല്ലേ? വാമാവുമ്പോൾ സണ്ണിൻ്റെ ഹീറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സർഫസിലുള്ളതാണ്. അപ്പോൾ കുടത്തിൻ്റെ സർഫസിലുള്ള മോളിക്യൂൾസിനാണ് എപ്പോഴും പോകാൻ സാധ്യത കൂടുതൽ. അവർ പോവും, അവർക്ക് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അതേസമയം വെൽ ഇൻസൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൈനറ്റിക് എനർജി കുറവായിരിക്കും, മോളിക്യൂൾസിൻ്റെ ചലനം കുറവായിരിക്കും. അപ്പം കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനിലാണ്. കൈനറ്റിക് എനർജി എന്തിന് പ്രൊപ്പോർഷനിലാണ്? ടെമ്പറേച്ചർ. അപ്പോൾ കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടെമ്പറേച്ചർ, കുറവ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കുറവ് ടെമ്പറേച്ചർ. അപ്പോൾ വെൽ ഇൻസൈഡ് ദ പോട്ട് കൈനറ്റിക് എനർജി കുറവ്, ടെമ്പറേച്ചർ കുറവ്. ആ സർഫസിലുള്ള മോളിക്യൂൾസിനെല്ലാം കൈനറ്റിക് എനർജി കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതൽ, അവർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നർ മോളിക്യൂൾസിൽ നിന്ന് ഹീറ്റ് ആഗിരണം ചെയ്തു. അല്ലെ, ഇന്നർ മോളിക്യൂൾസിന് ഓടി നടക്കൽ കുറവ്, അവർ റെസ്റ്റിങ്. ഔട്ടർ മോളിക്യൂൾസിന് ഓടി നടക്കൽ കൂടുതൽ, അവർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ വെള്ളം, കുടത്തിനുള്ളിലുള്ള വെള്ളത്തിന് സാധാരണയെ കവിഞ്ഞ് തണുപ്പ് തോന്നും. നമ്മൾ പുറത്തൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം വെക്കുന്നത് പോലെയല്ല. കുടത്തിനകത്ത് അതേ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എത്ര ചൂടാണെങ്കിലും അതിന് തണുപ്പുണ്ടാവും. മറ്റൊരു ചോദ്യം നമ്മൾ തെർമൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റെയിൽവേ ലൈൻസ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. റെയിൽവേ ലൈൻസ് ആർ ലേഡ് വിത്ത് ഗ്യാപ്സ് ടു അലൗ എക്സ്പാൻഷൻ. നമുക്കറിയാം ചൂടടിച്ചാൽ മെറ്റലെല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. ആ ഗ്യാപ്പ് ഇട്ടിട്ടാണ് റെയിൽവേ ട്രാക്കിൽ റെയിൽസൊക്കെ ഇടുന്നത്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്റ്റീൽ റെയിൽസ്, ഓരോ സ്റ്റീൽ റെയിലിനും 66 മീറ്ററാണ് നീളം. ഒരു 66 മീറ്ററുള്ള ലൈൻ ഇട്ടു, സെൻറ്റിമീറ്ററുള്ളത് ഇട്ടു, അടുത്തതിട്ടു, അങ്ങനെയാണ് ഇത് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ഇനി ബൈ ഈസ് 3.63 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് 3.63 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഈ രണ്ട് 66 സെൻറ്റിമീറ്ററുള്ള ഈ ബാറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് 3.63 സെൻറ്റിമീറ്റർ ആക്കിയിരിക്കുന്നത്. അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ആ ടെമ്പറേച്ചറിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. Then at what temperature will the lines just touch? ഈ രണ്ട് ലൈൻസും കൂടെ ടച്ച് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്നാണ് ചോദ്യം. നമ്മുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി ആണ്. പക്ഷെ ഡെൽറ്റ ടി എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. ആദ്യമുള്ള ടെമ്പറേച്ചർ T1, പിന്നെയുള്ള ടെമ്പറേച്ചർ T2. അപ്പോൾ ആദ്യത്തേതാണ് നമുക്ക് തന്നിരിക്കുന്നത്
°C. നമുക്ക് കാണേണ്ടത് T2 ആണ്. പിന്നീട് അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ എത്ര ചൂടായപ്പോഴാണ് ഇവർ തമ്മിൽ മുട്ടിയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രിപ്പാണെന്ന് വിചാരിക്കുക. 66 എല്ലാം 66 സെൻറ്റിമീറ്ററാണ്. ഇത് ചൂടാവുമ്പോൾ ഇതിൻ്റെ രണ്ട് വശം എക്സ്പാൻഡ് ചെയ്യും, അല്ലാതെ ഒരു സൈഡ് മാത്രമായിട്ടല്ല എക്സ്പാൻഡ് ചെയ്യുക. ബോത്ത് എൻഡ്സ് എക്സ്പാൻഡ്. അപ്പോൾ ഈ 3.63 എന്ന് പറയുന്നതിൻ്റെ പകുതി ഇവിടെ എക്സ്പാൻഡ് ചെയ്യും, പകുതി അവിടെ എക്സ്പാൻഡ് ചെയ്യും. അതായത് ഇതും എക്സ്പാൻഡ് ചെയ്യും, എല്ലാതും എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ഈ ഒരാൾ മാത്രമല്ല, ചൂടാകുമ്പോൾ എല്ലാവരും എക്സ്പാൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഇയാളുടെ എക്സ്പാൻഷനും രണ്ടും കൂടെ ചേർത്തിട്ടാണ് ΔL വരിക. അതുപോലെ തന്നെ ഓരോ ഗ്യാപ്പും. അപ്പോൾ ഒരു 66 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു സൈഡ് പകുതിയും മറുഭാഗത്താണ് പകുതിയും വരിക. അപ്പോൾ മൊത്തമാണ് 3.63 സെൻറ്റിമീറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് L 66 സെൻറ്റിമീറ്ററും ΔL 3.63 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ പകുതി ഒരു സൈഡും പകുതി മറു സൈഡുമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടി. എന്തൊക്കെ കിട്ടി? L കിട്ടി, ΔL കിട്ടി, ഇനീഷ്യൽ ടെമ്പറേച്ചർ കിട്ടി, ആൽഫ കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും യൂണിറ്റ്സ് ചെക്ക് ചെയ്യണം എന്തിലാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ നോക്കൂ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ΔL/α_L. ΔL എത്രയാ? സെൻറ്റിമീറ്റർ ആയിരുന്നു, 10⁻² മീറ്റർ. ആൽഫ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്, പെർ °C ആണ്. ഇത് 66 സെൻറ്റിമീറ്റർ പെർ 10⁻² മീറ്റർ. ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ബാക്കി നമ്മൾ ചെയ്തു വരുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ 50 എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. നമ്മളോട് അതല്ല ചോദിച്ചിരിക്കുന്നത്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ എന്നാണ് ചോദ്യം. അപ്പോൾ T2 - T1 is 50. സോ വാട്ട് ഇസ് T2? T1 അപ്പുറത്ത് പോവും, +10. അപ്പോൾ 50 + 10 60°C ചൂട് വന്നാൽ, അതായത് റൂം ടെമ്പറേച്ചർ 60°C എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? ശരീരമൊക്കെ പൊള്ളി ഇളകാൻ തുടങ്ങുമായിരിക്കും. അത്രയും 100 എന്ന് പറഞ്ഞാൽ തിളയ്ക്കും. അപ്പോൾ അതിൻ്റെ മുക്കാലയുടെ എത്തി 60 എന്ന് പറഞ്ഞാൽ അത്രയും ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ ഈ രണ്ട് റെയിൽസും കൂടെ കൂട്ടി മുട്ടുള്ളൂ. കാരണം ആ ഗ്യാപ്പ് ഫില്ലാവും. 60°C വന്നു കഴിയുമ്പോഴേക്കും ΔT ഇത്രയും വന്നത് രണ്ടും കൂടെ മുട്ടും. ഇത് ഇങ്ങോട്ടും മുട്ടും, അത് അങ്ങോട്ടും മുട്ടും. അത്രയും അത് നീളം കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഉള്ള ഗ്യാപ്പ് 3.63 സെൻറ്റിമീറ്റേഴ്സും കൂടെ കൂടും. അപ്പോൾ 66 + 3.63 എന്ന് പറയുമ്പോൾ 69.63 സെൻറ്റിമീറ്റർ ആവും ഈ ഓരോരോ ഗ്യാപ്പ്, ഓരോരോ ബാറിൻ്റെയും. അപ്പോൾ അത് തീർച്ചയായിട്ടും മുട്ടില്ലേ? അതാണ് ചോദിച്ചത്. എപ്പോഴാണത് മുട്ടുക എന്നാണ് ചോദ്യം. എപ്പോഴാണ് മുട്ടുക? ടെമ്പറേച്ചർ വെൻ ഇറ്റ് ഗോസ് ടു 60°C. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഗ്യാപ്പ് ഇടുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടിയാൽ എക്സ്പാൻഷൻ ഉണ്ടാവും, അത് വലിയും, മറ്റേതായിട്ട് മുട്ടും. വല്ലാണ്ട് മുട്ടിക്കഴിഞ്ഞാൽ അത് ബൾജിങ് എന്ന് പറയും, അത് തെറിച്ചങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട റെയിൽവേ ട്രാക്ക് മുട്ടിക്കഴിയുമ്പോൾ ഇത് എങ്ങനെയാവും? അപ്പോൾ ട്രെയിൻ എന്ത് ചെയ്യും? ട്രാക്കിൽ നിന്ന് മറിയും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് ഈ ഗ്യാപ്പിട്ട് ഈ റെയിൽ ട്രാക്ക് ലൈൻസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം എഴുതിയെടുക്കാം, പഠിക്കാം. വളരെ ചെറിയൊരു ലെസനാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.